നമസ്കാരം. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശക്തി പോരാട്ടം ആകാശത്തേക്കും സമുദ്രങ്ങളിലേക്കും ബഹിരാകാശത്തേക്കും എത്തിയ ആ കാലത്ത് ഒരു ചെറിയ പിഴവ് പോലും ആഗോള ദുരന്തമായി മാറാൻ ശേഷിയുള്ളതായിരുന്നു. 1968 ഗ്രീൻലാൻഡിലെ തുലോ വ്യോമതാവളത്തിന് സമീപം നടന്ന B-52 ബോംബർ അപകടം അത്തരം ഒരു ഭീതിജനക സംഭവത്തിന്റെ ഏറ്റവും തെളിഞ്ഞ ഉദാഹരണമാണ്. ന്യൂയോർക്കിലെ പ്ലാറ്റ്സ്ബർഗ് വ്യോമസേനാ താവളത്തിൽ നിന്നും പറന്നുയർന്ന B-52G സ്ട്രാറ്റോഫോർട്രസ് ബോംബർ ശീതയുദ്ധകാലത്തെ ഹാർഡ് ഹെഡ് ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു. ആണവായുധവുമായി സജ്ജീകരിച്ച ബോംബർ വിമാനങ്ങൾ 24 മണിക്കൂറും ആകാശത്ത് നിലനിർത്തുന്ന ഓപ്പറേഷൻ ക്രോം ഡോം എന്ന അതീവ അപകടകരമായ പദ്ധതിയിലായിരുന്നു ഈ ദൗത്യം ഉൾപ്പെട്ടിരുന്നത്. ബാഫിൻ ബേയിലൂടെയും ഗ്രീൻലാൻഡിലെ തുലോ വ്യോമതാവളത്തിനടുത്തും പട്രോൾ നടത്തുക എന്നതായിരുന്നു ഈ പ്രത്യേക ക്രൂവിന് നൽകിയ ചുമതല. എന്നാൽ പറന്നുയർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ദുരന്തത്തിന്റെ ആദ്യ സൂചനകൾ പ്രകടമായി. വിമാന കമാൻഡറായ ക്യാപ്റ്റൻ ജോൺസൺ ഹോക്ക് കോക്പിറ്റിൽ കത്തുന്ന ഗന്ധം അനുഭവപ്പെട്ടു. താഴെ ക്രൂ കമ്പാർട്ട്മെന്റിൽ തീപിടുത്തം ഉണ്ടായതായി ഉടൻ തന്നെ വ്യക്തമായി. പുക അതിവേഗം ക്യാബിനിൽ നിറഞ്ഞതോടെ സ്ഥിതി നിയന്ത്രണാതീതമായി. വൈദ്യുത ശക്തിയും നാവിഗേഷൻ ഉപകരണങ്ങളും ഒരുപോലെ പ്രവർത്തനരഹിതമായി. ആകാശത്തൊരു ഭീമൻ ആണവ ബോംബർ അന്ധമായ അവസ്ഥയായി കുടുങ്ങി. സ്ഥിതി ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ ഹോഗ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും തുലെ വ്യോമതാവളത്തിൽ ഇറങ്ങാൻ അനുമതി തേടുകയും ചെയ്തു. എന്നാൽ പുക അത്രയും കട്ടിയായിരുന്നു. ഉപകരണങ്ങൾ വായിക്കാനോ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനോ സാധിക്കാത്ത അവസ്ഥ. വിമാനം സ്ഥിരത നഷ്ടപ്പെട്ടതോടെ തുലോ വ്യോമതാവളത്തിന് മുകളിലൂടെ ക്രൂവിനെ വിമാനത്തിൽ നിന്നും രക്ഷപ്പെടാൻ അദ്ദേഹം ഉത്തരവിട്ടു. 7 ക്രൂ അംഗങ്ങളിൽ 6 പേർ വിജയകരമായി രക്ഷപ്പെട്ടു. എന്നാൽ സഹ പൈലറ്റ് ലിയോനാർഡ് സിക്കോഫിൽ സീറ്റ് ഇല്ലാതിരുന്നാൽ ഒരു ഹാച്ചിലൂടെ പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ക്രൂ വിമാനത്തിൽ നിന്നും പുറത്തു കടന്നതിനു ശേഷം ഉപേക്ഷിക്കപ്പെട്ട B-52 ബോംബർ കുറച്ചു നേരം കൂടി പറന്നുയർന്നു. തുലെ റൺവേയിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ അകലെയുള്ള കടൽ മഞ്ഞിൽ ഇടിച്ചു വീണു. അതിവേഗതയിലുള്ള ഈ കൂട്ടിയിടിക്കലിൽ വിമാനം പൂർണ്ണമായും തകർന്നടിഞ്ഞു. അപകട സമയത്ത് വിമാനത്തിൽ 4 B-28F-1 തെർമോ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടായിരുന്നു എന്നതാണ് ഈ സംഭവത്തെ അതീവ ഭീതിജനകമാക്കിയിരിക്കുന്നത്. ഭാഗ്യവശാൽ ഒരു ആണവ സ്ഫോടനം ഉണ്ടായില്ല. എന്നാൽ ബോംബുകൾക്കുള്ളിൽ പരമ്പരാഗത ഉയർന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചു. ഇതോടെ ആണവായുധങ്ങളുടെ ആന്തരിക ഘടകങ്ങൾ ഛിന്ന ഭിന്നമായി. പ്ലൂട്ടോണിയം മറ്റ് റേഡിയോ ആക്റ്റീവ് വസ്തുക്കളും വിശാലമായ പ്രദേശത്ത് ചിതറിപ്പോയി. സ്ഫോടനവും തുടർന്നുണ്ടായ തീപിടുത്തവും ഏകദേശം 700 മീറ്ററോളം നീളമുള്ള മഞ്ഞുപാളിയെ ഉരുക്കി നശിപ്പിച്ചു. ശക്തമായ ചൂട് ഐസിനെ നിമിഷ നേരം കൊണ്ട് ഉരുക്കി. ചില അവശിഷ്ടങ്ങൾ നേരിട്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു. മണിക്കൂറുകളോളം കത്തിയ ജെറ്റ് ഇന്ധനം റേഡിയോ ആക്റ്റീവ് മലിനീകരണം കൂടുതൽ വ്യാപിപ്പിച്ചു. ആർട്ടിക് പ്രദേശത്തിന്റെ ശുദ്ധമായ പരിസ്ഥിതി ശീതയുദ്ധത്തിന്റെ ആണവ പൈതൃകത്തിന്റെ ഇരയായി മാറുകയായിരുന്നു. അപകടത്തിന് പിന്നാലെ US-ഉം ഡാനിഷ് സർക്കാരും ചേർന്ന് പ്രോജക്ട് ക്രസ്റ്റ് ഐസ് എന്ന രഹസ്യനാമത്തിൽ ഒരു വൻ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു. -60°C വരെ താഴ്ന്ന താപനിലയിൽ ജോലി ചെയ്ത തൊഴിലാളികൾ മലിനമായ മഞ്ഞും ഐസും വെട്ടിനീക്കി. റേഡിയോ ആക്റ്റീവ് അവശിഷ്ടങ്ങൾ 67 വലിയ ടാങ്കറുകളിൽ ശേഖരിച്ച് പിന്നീട് US-ലേക്ക് കൊണ്ടുപോയി. എന്നിരുന്നാലും 4 ആണവ ആയുധങ്ങളിൽ നിന്നും ആയുധങ്ങളുടെ പ്രധാന ഭാഗങ്ങൾ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. 4ാമത്തെ ആയുധത്തിന്റെ ചില ഘടകങ്ങൾ ഇന്നും കണ്ടെത്താനായിട്ടില്ല. ഈ സംഭവത്തെ പറ്റി ചില ദുരൂഹതകളുമുണ്ട്. തുലെ അപകടം ആണവായുധങ്ങൾ നിരന്തരം വായുവിൽ സൂക്ഷിക്കുന്നതിലെ ഭീകര അപകട സാധ്യതകൾ തുറന്നുകാട്ടി. 2 വർഷം മുമ്പ് സ്പെയിനിലെ പാലോമാരസ് പ്രദേശത്ത് നടന്ന സമാനമായ ഒരു അപകടത്തോടൊപ്പം ഈ സംഭവം ചേർന്നതോടെ US പ്രതിരോധ വകുപ്പ് ഓപ്പറേഷൻ ക്രോം ഡോം പൂർണ്ണമായും റദ്ദാക്കി. അതിനുശേഷം ആണവ ബോംബറുകൾ വായുവിൽ പട്രോളിംഗ് നടത്തുന്നതിന് പകരം സുരക്ഷിതമായ ഗ്രൗണ്ട് അലർട്ട് സംവിധാനത്തിലേക്ക് മാറ്റി. എന്നാൽ ഈ ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങൾ അവിടെ അവസാനിച്ചില്ല. പതിറ്റാണ്ടുകൾക്കു ശേഷം ശുചീകരണ പ്രവർത്തനങ്ങൾ പങ്കെടുത്ത തൊഴിലാളികൾക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇവ റേഡിയേഷൻ എക്സ്പോഷർ മൂലമാണ് എന്നായിരുന്നു അവരുടെ ആരോപണം.